ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് പഠിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, അവിടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ലിങ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തത് അല്ലേ. എന്നാൽ ഇവിടെ ടൈമിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിട്ടാണ് ഷെയറിങ് വരുന്നത്, ലിങ്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിലെ പോലെ ഫ്രീക്വൻസിയുടെ ബേസിലല്ലാതെ ടൈമിൻ്റെ ബേസിലാണ് ഇവിടെ ഷെയറിങ് നടക്കുന്നത്. ഓരോ കണക്ഷനും ലിങ്കിൻ്റെ ഓരോ പോർഷൻ ഓഫ് ടൈമാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഓരോ സിസ്റ്റത്തിന് ലിങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന പേര് വരാൻ കാരണം. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഡിഫറെൻറ്റ് സോഴ്സസ്, 4 സോഴ്സാണ് കാണിച്ചിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 കമ്പ്യൂട്ടർ സോഴ്സസ് ആണുള്ളത്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 ഡെസ്റ്റിനേഷനിലും ഉണ്ട്. അപ്പോൾ സോഴ്സിൽ നമ്മളൊരു മൾട്ടിപ്ലെക്സറും ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡീമൾട്ടിപ്ലെക്സറുമാണ് ഉള്ളത്. ഇതിൽ ഡാറ്റ ഫ്ലോൻ്റെ സൈഡിൽ 4 ടൈം സ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. 1, 2, 3, 4 എന്ന് പറഞ്ഞ് 4 ടൈം സ്ലോട്ടുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ്, അതായത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ, സോഴ്സിലെ ഒന്നാമത്തെ കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും, ഫസ്റ്റ് ടൈം സ്ലോട്ടിന് ആദ്യം അതിലെ ഡാറ്റ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ആ ഒരു ടൈം കഴിഞ്ഞാൽ, അതിന് ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ആയിരിക്കാം കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ 2 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത 2 മിനിറ്റിൽ രണ്ടാമത്തെ കമ്പ്യൂട്ടറാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കമ്പ്യൂട്ടർ, അത് കഴിഞ്ഞാൽ നാലാമത്തെ കമ്പ്യൂട്ടർ, അങ്ങനെ സെൻഡ് ചെയ്യും. നാലാമത്തെ കമ്പ്യൂട്ടർ സെൻഡ് ചെയ്ത് വീണ്ടും ടൈം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ കമ്പ്യൂട്ടറിനാണ്. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ വീണ്ടും ഡാറ്റ സെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ ടൈമാണ്. രണ്ടാമത്തെ കമ്പ്യൂട്ടറിനാണ് ടൈം അസൈൻ ചെയ്തിട്ടുള്ളത്. സോ രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഡാറ്റ സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നത് ടൈം സ്ലോട്ടുകൾക്കനുസരിച്ച്. ഓരോ ടൈം സ്ലോട്ടാണ് അതിൽ ഓരോ വെർട്ടിക്കൽ ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്തിട്ടാണ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത്, സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്ത ഡാറ്റ എന്താണോ അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ലിങ്ക് ആ ഫിഗറിൽ കാണിച്ച പോലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട്, ടൈമിൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് TDMൽ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ഫ്രീക്വൻസിയുടെ ബേസിലല്ല. പോർഷൻസ് ഓഫ് സിഗ്നൽസ് 1, 2, 3 ആൻഡ് 4 occupy the link sequentially. അതായത് ഓരോ ടൈമും 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും അതെങ്ങനെയാണ്, ലിങ്കിനെ സീക്വൻഷ്യലായിട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഫസ്റ്റ് ടൈമിൽ എടുക്കുന്നു, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഓരോ ടൈം സ്ലോട്ടിലും ലിങ്കിനെ എടുക്കുകയാണ് ഓരോ സോഴ്സസും ചെയ്യുന്നത്. TDM നമുക്ക് 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, സിങ്ക്രോണസ് ആയിട്ടും അസിങ്ക്രോണസ് ആയിട്ടും. സിങ്ക്രോണസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഒരു ക്ലോക്ക് സിഗ്നൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ അതായത് സെയിം ക്ലോക്ക് സിഗ്നൽ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെല്ലിലാണ് സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ നടക്കുക. എന്നാൽ അസിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെയിം ക്ലോക്ക് അവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, സെയിം ക്ലോക്ക് സിഗ്നൽ ഷെയർ ചെയ്യില്ല. അതായത് റെഗുലർ ഇൻ്റർവെല്ലിലല്ല അവിടെ കാര്യങ്ങൾ നടക്കുക. അസിങ്ക്രോണസ് എന്നാൽ അതാണ് മീൻ ചെയ്യുന്നത്. സിങ്ക്രോണസ് എന്നാൽ റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കുന്ന കാര്യമാണ്. അസിങ്ക്രോണസ് എന്നാൽ അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അസിങ്ക്രോണസ് TDM എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ TDM അല്ലെങ്കിൽ STDM എന്നും പറയും. രണ്ടാമത്തെ കേസ് സിങ്ക്രോണസ് TDM. സിങ്ക്രോണസ് TDMൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിട്ട് ഒരു സിംഗിൾ ചാനലിൽ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസിനും ഒരു ടൈം സ്ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈം സ്ലോട്ട് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് ആവശ്യമായ അവൈലബിൾ ബാൻഡ് വിഡ്ത്തിനനുസരിച്ച് അതെന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വീഡിയോ അല്ലെങ്കിൽ വോയിസ് സിസ്റ്റത്തിനൊക്കെ അങ്ങനെയുള്ള ടൈം സ്ലോട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡാറ്റ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാരണം വോയിസ് ആൻഡ് വീഡിയോ സിസ്റ്റത്തിന് ഒരുപാട് ടൈം സ്ലോട്ടുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് അത്രയും ടൈം സ്ലോട്ട് അത്തരം സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റോഷനോ
അല്ലെങ്കിൽ ഡാറ്റ കറക്റ്റായിട്ട് എത്താതിരിക്കുകയും കംപ്ലീറ്റ് ആയിട്ട് എത്താതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാവശ്യമായ അത്രയും ടൈം സ്ലോട്ടുകൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഫ്രെയിംസ് എന്നും പറയാം. ഇനി STDM എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ TDM, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് അല്ലേ. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ള സമയത്ത് മാത്രം. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് ടൈം സ്ലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമായിരിക്കും അതിന് അസൈൻ ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ സോഴ്സ് 2ന് ആദ്യം ഒരു ടൈം സ്ലോട്ട് കൊടുത്തു, അതിൽ സെൻഡ് ചെയ്ത് കൊടുത്തു, അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടൈം സ്ലോട്ടിന് ആവശ്യമില്ല, പക്ഷേ അതിന് നേരത്തെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്രയും ടൈം അവിടെ വെറുതെ പോവല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് മാത്രം, ഓൺലി വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്ത് കൊടുക്കുക, ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് വെച്ചിട്ടായിരിക്കും. അതനുസരിച്ചാണ് ടെർമിനൽ ഐഡിയലാണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, ടൈം സ്ലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇൻ്റലിജൻറ്റ് ഡിവൈസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇങ്ങനെ ഒരു നോർമൽ ഐഡിയൽ ടൈം കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത് കാരണം കൂടുതൽ ലൈൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. STDMത്തിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തെ സോഴ്സ്, ഒന്നാമത്തെ കമ്പ്യൂട്ടർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഒന്നാമത്തെ ടൈം സ്ലോട്ട് ഇല്ലേ, അത് ഡിമൾട്ടിപ്ലക്സറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒന്നാമത്തെ ടൈം സ്ലോട്ട്, അതാണ് ഒന്നാമത്തതിൻ്റെ ആദ്യം സെൻഡ് ചെയ്ത ഡാറ്റ. ദെൻ 2 എന്നുള്ള ടൈം സ്ലോട്ടിൽ രണ്ടാമത്തെ സോഴ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 3 എന്നുള്ള ടൈം സ്ലോട്ടിൽ മൂന്നാമത്തെ സോഴ്സും ഡാറ്റ സെൻഡ് ചെയ്തു. 4 എന്നുള്ള ടൈം സ്ലോട്ടിൽ നാലാമത്തെ കമ്പ്യൂട്ടറും ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഏതാണ് ആദ്യം സെൻഡ് ചെയ്യുക, ഒന്നാമത്തെ സോഴ്സ്, ഒന്നാമത്തെ കമ്പ്യൂട്ടറാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. അതാണ് പിങ്ക് കളറിൽ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, പിങ്ക് കളറിൽ ആ 1 എന്ന് കാണിച്ചിട്ടുള്ള ടൈം സ്ലോട്ടിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ദെൻ ഇനി സെൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ സോഴ്സിനാണ്, രണ്ടാമത്തെ കമ്പ്യൂട്ടറിന്. പക്ഷേ രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് ഇനി ഒന്നും തന്നെ സെൻഡ് ചെയ്യാനില്ല, ആദ്യം തന്നെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ളത് ആർക്കാണ്, രണ്ടാമത്തെ കമ്പ്യൂട്ടറിനാണ്. അപ്പോൾ ആ ടൈം അവിടെ വെറുതെ പോവുകയാണ്, അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും തന്നെ സെൻഡ് ചെയ്യാനില്ല, സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈം അവിടെ വെറുതെ പോയില്ലേ. ദെൻ മൂന്നാമത്തെ ടൈം സ്ലോട്ടിൽ മൂന്നാമത്തെ സോഴ്സ് സെൻഡ് ചെയ്തു, നാലാമത്തെ സിസ്റ്റം സെൻഡ് ചെയ്തു. ദെൻ വീണ്ടും യെല്ലോ കളറിൽ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ ടൈമാണ് ആദ്യം വരുന്നത് 1. ദെൻ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതിൽ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ ടൈമാണ് അല്ലേ. അപ്പോഴും അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ വീണ്ടും ടൈം എന്തായി, അത്രയും സമയം എന്തായി, വേസ്റ്റായി പോയി അല്ലേ. അത് ഒഴിവാക്കാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്, സിങ്ക്രണസ് ടൈം ഡിവിഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, STDM. അതാണ് പറഞ്ഞത്, ആവശ്യമുള്ളപ്പം മാത്രം, ഓൺലി വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുന്നു, ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ്.